മുടി വളർച്ച വർദ്ധിക്കുന്നതിനും മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനും ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഹോട്ട് ഓയിൽ മസാജ്. മുടി വളരാതെ മുരടിച്ചു നിൽക്കുന്ന മുടിയെ ആരോഗ്യത്തോടും ഇടതൂർന്നും വളരാൻ സഹായിക്കുന്ന ഒരു കാച്ചിയ എണ്ണയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവ എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും, പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ്മേരിയും കൂടി ഇട്ട് ഇത് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആയി എടുക്കുന്നത്. എണ്ണ കാച്ചി വരുമ്പോഴേക്കും കുറേ അങ്ങ് കുറഞ്ഞ് ഒരു 1.5 ലിറ്റർ എണ്ണയെ കിട്ടത്തുള്ളൂ. ഉലുവ മുടി കരുത്തോട് വളരാനും മുടി കൊഴിച്ചിൽ തടയാനും ഏറ്റവും നല്ല ഒന്നാണ്. അതുപോലെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടാണ് ഉലുവ. കരിഞ്ജീരകം മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാതെ മുരടിച്ചിരിക്കുന്ന മുടികൾ നല്ല ആരോഗ്യമുള്ള മുടിയായിട്ട് വളരാൻ സഹായിക്കും. കരിഞ്ജീരകം മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അകാലനര തടയാനും ഏറെ നല്ലതാണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന റോസ്മേരി മുടി വളർച്ചയ്ക്ക് വളരെ ഉത്തമമാണ്. പല കേശ സംരക്ഷണ വിദഗ്ധരും റോസ്മേരിയെ മുടി വളർച്ചയ്ക്കുള്ള പവർ ഹൗസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉലുവയും കരിഞ്ജീരകവും റോസ്മേരിയും നന്നായിട്ടൊന്ന് കുതിർന്നു വരാനായിട്ട് 2 മണിക്കൂർ അടച്ചു മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ചെമ്പരത്തിപ്പൂവാണ്. ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവായാലും എടുത്താൽ മതി. പിന്നെ കുറച്ച് തുളസിയില എടുക്കാം. കൈക്കൊരു പിടി തുളസിയില എടുക്കുന്നുണ്ട്. എനിക്ക് സഹായത്തിന് എൻ്റെ പൊന്നുമണിയും കൂടിയുണ്ട്. പിന്നെ വേണ്ടുന്നത് കറ്റാർവാഴയാണ്. അതിനായി വലിയൊരു തണ്ട് കറ്റാർവാഴ കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പം ഈ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഒരു മഞ്ഞ ദ്രാവകം വരും. ഇത് കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. ഈ മഞ്ഞ ദ്രാവകം നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് കുറച്ചു നേരം കുത്തിച്ചാരി വെച്ച് ഇതിൻ്റെ ദ്രാവകമൊക്കെ പോയതിന് ശേഷം ഉപയോഗിക്കാം. ഇനി കുറച്ച് കറിവേപ്പില എടുക്കാം. 10-12 കതുപ്പ് കറിവേപ്പില എടുക്കാം. നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്ന ചെമ്പരത്തിയുടെയോ കറിവേപ്പിലയുടെയോ തുളസിയുടെയോ ഒക്കെ അളവ് കുറച്ച് കൂടിയുണ്ടോ കുറഞ്ഞുണ്ടോ ഒന്നും ഒരു കുഴപ്പവും ഇല്ല. ഇനി കറ്റാർ വാഴപ്പോളയുടെ 2 വശത്തെ മുള്ളൊക്കെ കളഞ്ഞെടുക്കാം. ദാണ്ട് ഇതുപോലെ 2 വശത്തെ മുള്ളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുക്കാനായി മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറ്റാർ വാഴ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കിട്ടാത്തത് കൊണ്ട് നെല്ലിക്ക പൗഡറാണ് ഇതിൽ ഞാൻ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെല്ലിക്ക പൗഡർ കൂടെ ചേർക്കാം. നെല്ലിക്കയാണ് ഒരു 10 വരെ എടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ഭൃംഗരാജ് പൗഡറാണ്. ഇത് നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ കാണുന്ന കയ്യോന്നിയാണ്. ഇന്ത്യൻ ആയുർവേദത്തിൽ ഔഷധ ഗുണങ്ങളുടെ ഒരു നിധിയായിട്ടാണ് ഭൃംഗരാജിനെ അല്ലെങ്കിൽ കയ്യോന്നിയെ കണക്കാക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കൈക്കൊരു ചെറിയ പിടി തുളസി ഇല ചേർക്കാം. 10-12 ചെമ്പരത്തിപ്പൂ കൂടെ ചേർക്കാം. ഇനി ഇത് ഇത്രയൊന്ന് അരച്ചൊതുക്കി എടുത്തതിന് ശേഷം ബാക്കി കറിവേപ്പില ചേർക്കാം. ഇപ്പം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലിപ്പം ചേർത്തിരിക്കുന്നത് കറ്റാർവാഴ, നെല്ലിക്ക, കയ്യോന്നി, പിന്നെ തുളസിയില, ചെമ്പരത്തിപ്പൂ, കറിവേപ്പില, ഇത് ഇത്രയാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഉരുളിയിലേക്ക് 2 ലിറ്റർ വെളിച്ചെണ്ണ എടുക്കാം. ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇതിൽ 2 കുപ്പി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പം എണ്ണ കാച്ചുന്നത് പുറത്ത് തീ കത്തിച്ചിട്ടാണ്. അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ വെളിച്ചെണ്ണയും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത് ചേർത്തതിന് ശേഷം അടുപ്പത്ത് വെക്കാം. ഇത് നമ്മൾ ആദ്യം കുതിരാനായിട്ട് എടുത്തു വെച്ച ഉലുവയും കരിഞ്ജീരകവും റോസ്മേരിയാണ്. ഇതിപ്പം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇത് അരയ്ക്കുന്നൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ ഇത് ചേർക്കുക. ഈ വെള്ളമൊന്നും കളയുന്നില്ല, ഈ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. ഇതെല്ലാം വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടുപ്പത്ത് വെക്കാൻ. നമ്മുടെ സാധാരണ സ്റ്റൗവിൽ എണ്ണ കാച്ചിയെടുക്കാൻ കുറേയധികം സമയമെടുക്കും. വിറകടുപ്പിലൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കാം. എണ്ണ ചെറുതായി തിളച്ചു വരുമ്പം തീ കുറച്ച് വെച്ച് വേണം എണ്ണ കാച്ചിയെടുക്കാൻ. എന്നാലും നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ പതുക്കെ വെളിച്ചെണ്ണയിലിറങ്ങി നമുക്കതിൻ്റെ ഗുണങ്ങളെല്ലാം പൂർണ്ണമായിട്ട് കിട്ടത്തുള്ളൂ. മുടി വളരാൻ പണ്ടുകാലം മുതലേ പറഞ്ഞു വരുന്ന ഒന്നാണ് എണ്ണ മസാജ്. തലയോട്ടിയിൽ എണ്ണ പുരട്ടി മസാജ് ചെയ്താൽ നല്ല രക്തയോട്ടം കിട്ടുകയും മുടിയുടെ വേരുകൾ ബലപ്പെടുകയും മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യും. മുടി ഡ്രൈ ആയിട്ടിരിക്കുന്നത് മുടി കൊഴിയാനുള്ള ഒരു പ്രധാന കാരണമാണ്. ഇതിനുള്ള നല്ലൊരു പരിഹാരം കൂടാണ് ഓയിൽ മസാജ്. മുടി വളരാനുള്ള പലതരത്തിലുള്ള എണ്ണകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതൊന്നും വാങ്ങണമെന്നില്ല, നമുക്ക് വീട്ടിൽ തന്നെ
ഇതുപോലെ ഉണ്ടാക്കി 6 മാസത്തേന് വരെ ഉണ്ടാക്കി സൂക്ഷിക്കാം. ഇതുപോലെ എണ്ണ ഉണ്ടാക്കി വെച്ചിരുന്നാൽ 1 വർഷം വരെ കേടാകാതിരുന്നോളും. എന്നാലും 6 മാസത്തിനുള്ളിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നത്. തീ കൂടിപ്പോകരുത്. കുറഞ്ഞ തീയിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. ഇപ്പം കാച്ചിയ വെളിച്ചെണ്ണയുടെ നല്ല മണം വരുന്നുണ്ട്. ഈ കക്കൻ നന്നായിട്ട് മണൽത്തരി പോലായി വരണം. നല്ല തൊട്ട് കഴിഞ്ഞാൽ കിരുകിരാന്നിരിക്കണം. കക്കൻ നന്നായി മൂത്ത് വന്നിട്ടില്ലെങ്കിൽ എണ്ണ ഇരിക്കുമ്പോൾ കനച്ചു പോകും. ഇതിപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മണൽത്തരി പോലെ തരിതരാന്നായിട്ടുണ്ട്. ഇനി അടുപ്പത്തുനിന്ന് പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറക്കി വെക്കാം. അല്ലെ അടുപ്പത്തിരുന്ന് ഇനിയും കരിഞ്ഞു പോകും. ഇപ്പം അടുപ്പത്തുനിന്ന് ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കണം. ഇങ്ങനെ ഇരുന്ന് തണുത്ത് കഴിഞ്ഞാൽ ഈ കക്കൻ എണ്ണ വലിച്ചെടുക്കും. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കാം. അരിച്ചെടുക്കാൻ സ്റ്റീലിൻ്റെ അരിപ്പ തന്നെ എടുക്കണം. പ്ലാസ്റ്റിക് അരിപ്പയാണെങ്കിൽ ഉരുകിപ്പോകും. ഇതിൽ ചേർത്തിരിക്കുന്ന കരിഞ്ജീരകത്തിൻ്റെ, ഉലുവയുടെയും റോസ്മേരിയുടെയൊക്കെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ബാക്കി ഇൻഗ്രീഡിയൻസ് ആയ കറ്റാർ വാഴ മുടി പൊട്ടിപ്പോകുന്നത് നിയന്ത്രിക്കാനും മുടി കൊഴിച്ചിലകറ്റാനും മുടി ആരോഗ്യത്തോട് വളരാനും സഹായിക്കും. മുടിക്ക് നല്ല തിളക്കവും തലയോട്ടിയിലെ വരൾച്ചയെ അകറ്റി താരനും അകാലനരയൊക്കെ തടയാനും സഹായിക്കും. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്നത് ഭൃംഗരാജാണ്, കയ്യോന്നി. ഇത് മുടി വളർച്ച വർദ്ധിക്കാനും അകാലനരയും താരനകറ്റാനും സഹായിക്കും. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂ. മുടി തഴച്ചു വളരാൻ പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു പോകുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവ്. മുടിക്ക് നല്ല കറുപ്പും ആരോഗ്യവും ബലവും നൽകാൻ ചെമ്പരത്തിപ്പൂ സഹായിക്കും. ഇപ്പം ഈ ചൂടോടുകൂടി തന്നെ എണ്ണയൊക്കെ അരിച്ചെടുത്തിരിക്കുന്നത്. ഈ കക്കൻ ഉടൻ തന്നെ കളയാതെ കുറച്ചു നേരം വെച്ച് തണുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന തുളസിയില താരനകറ്റാനും തലയോട്ടിയിലെ ചൊറിച്ചിലും വരൾച്ചയൊക്കെ മാറ്റാനും സഹായിക്കും. കറിവേപ്പില മുടിക്ക് നല്ല കറുപ്പും മുടി ഇടതൂർന്ന് വളരാനും നല്ലതാണ്. നമ്മൾ എണ്ണ കാച്ചാനായി എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതും നമ്മുടെ വീടിന് ചുറ്റും ഉള്ള സാധനങ്ങളുമാണ്. പുറത്തൊക്കെ താമസിക്കുന്നവർ നാട്ടിൽ വരുമ്പോൾ കാച്ചിയ എണ്ണ ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോയി 6 മാസം മുതൽ 1 വർഷം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ അമേരിക്ക മോളുടെ അടുത്ത് വന്നപ്പോൾ ഇതുപോലെ ഒരു കുപ്പിയിൽ കാച്ചിയ എണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും തണുപ്പായതുകൊണ്ട് എണ്ണ കട്ട പിടിച്ചിരിക്കുക. കാച്ചിയ എണ്ണ ഡബിൾ ബോയിൽ ചെയ്യാനായി ഒരു സ്റ്റീലിൻ്റെ ബൗളിലോട്ട് എടുക്കാം. കാച്ചിയ എണ്ണ നേരിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഉപയോഗിക്കരുത്. ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ചരുവത്തിൽ 1/4 ഭാഗം വെള്ളം എടുത്ത് അടുപ്പത്തോട്ട് വെക്കാം. അതിലേക്ക് എണ്ണ ഇറക്കി വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. എണ്ണ കൈതൊടാൻ പാകത്തിന് ചൂടായി വന്നാൽ മതി. പിന്നെ ചെറിയ ചൂടോടെ തലയോട്ടിയിലും മുടിയിലും എല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കാം. പിന്നെ 10-15 മിനിറ്റ് വിരലിൻ്റെ തുമ്പ് കൊണ്ട് മസാജ് ചെയ്ത് 1/4 മണിക്കൂർ പൊക്കി കെട്ടി വെക്കാം. ഇങ്ങനെ ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മുടി കരുത്തോടും ഇടതൂർന്നും വളരും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത്. താങ്ക് യു.